ഹായ് പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിയമപഠനം ആഗ്രഹിക്കുന്ന +2 കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ നിങ്ങൾക്കിപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഈ കോളേജുകളിൽ നിങ്ങൾക്ക് നിയമം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലോ ബിരുദം നേടാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ 3 വർഷത്തെ 3 ഇയർ LLBയും +2 കഴിഞ്ഞവർക്കാണെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLBയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. കോമൺ അഡ്മിഷൻ പ്രോസസ്സാണ്, CAP വഴിയാണ് ഈ അഡ്മിഷൻ നടക്കുക. ഗവൺമെൻറ് കോളേജിൻ്റെ മുഴുവൻ സീറ്റുകളിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മെറിറ്റ് സീറ്റുകളിലേക്കുമാണ് കോമൺ അഡ്മിഷൻ പ്രോസസ്സ് വഴി അഡ്മിഷൻ ലഭിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 2-ാം തീയതി വൈകുന്നേരം 5 മണി വരെ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ്, ഞായറാഴ്ച. കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനാണ് ഇതിൻ്റെ പരീക്ഷാ ചുമതല നിർവഹിക്കുന്നത്. പരീക്ഷയുടെ ഘടന എന്ന് പറയപ്പെടുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLBക്ക് ആണെങ്കിൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് 36 ചോദ്യങ്ങൾ, ജനറൽ നോളജിൽ നിന്ന് 27 ചോദ്യങ്ങൾ, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 15 ചോദ്യങ്ങൾ, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ നിന്നാണെങ്കിൽ 42 ചോദ്യങ്ങൾ. ഈ മേഖലയിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. 5 വർഷത്തെ LLB ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ അതിന് തുല്യമായ പരീക്ഷ പാസ്സായി. 10ാം ക്ലാസ് കഴിഞ്ഞ് 3 വർഷത്തെ പോളി ഡിപ്ലോമ കഴിഞ്ഞവർക്കും LLBക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ 4 ഗവൺമെൻറ് കോളേജുകളിലും 22 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB നൽകുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ 4 ഗവൺമെൻറ് കോളേജുകളും 11 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രോസ്പെക്ട്സ് കൃത്യമായി വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതും ഈ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ്. അപേക്ഷയ്ക്ക് പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ ആവശ്യമായ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. 2ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഓൺലൈനിൽ തന്നെ ചെയ്യേണ്ടതാണ്. 3ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അപേക്ഷ ഫീസ് നൽകുക എന്നുള്ളതാണ്. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിനാണെങ്കിൽ 850 രൂപയും SC/ST ആണെങ്കിൽ 425 രൂപയുമാണ്. അടുത്ത ഘട്ടം എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ തുടങ്ങിയ ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ് ആണ്. അവസാന ഘട്ടം എന്ന് പറയപ്പെടുന്നത് കൺഫേം ചെയ്തതിന് ശേഷം ഓരോ ഘട്ടത്തിലും സേവ് ചെയ്യുക, ഇത് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ OBC, നോൺ ക്രിമിനൽ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നിയമ പഠനത്തിൽ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് അവസാന തീയതി. അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.